സഹോദരന്മാർക്ക് പ്രിയമഞ്ജങ്ങൾക്ക് വരുന്നതായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. ഇന്ന് വൈകാറുന്ന വിതരസ്ഥനിൽ നമുക്ക് ഒരുമിച്ച് അരിപ്പാനക്കണം കൂട്ടായ്മയിലരിപ്പാനക്കണം. ദൈവം നൽകപ്പെട്ടതായ ദൈവത്തിൻ്റെ കൂടെ കരുണയ്ക്കായി ദയയ്ക്കായി നന്ദിയോട് സ്വാഗതിക്കുന്നു. തുടർന്നുഗ്രഹപ്പെട്ടതായ ദൈവിക ദൂതുകളെ കേൾക്കുവാൻ ദൈവിക ആലോചനകൾ കേൾക്കുവാൻ തക്കണം. ദൈവടയാക്കി നന്ദിയോട് സ്വാഗതിച്ചതും സംഘത്തിനോട് ശുശ്രൂഷിക്കുവാൻ തക്കണം. പ്രിയാജനം സഹായിച്ചതിനായി നന്ദിയോട് സ്വാഗതിച്ചതും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നതിനായി നന്ദിയോട് സ്വാഗതിക്കുന്നു. അത് തന്നെ ഞാൻ ദൈവനാമത്തിലെ ക്ഷമ വഹിക്കുന്നു. ഞാനും അല്പം സമയം ലേറ്റായിട്ടാണ് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ആമേൻ. അത് അതിൻ്റെതായ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളുന്നു. ആമേൻ. കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ നിങ്ങൾ കർത്താവിൻ്റെ സനലിൽ ഒരു വാക്ക് പോലും കർത്താവ് ഉച്ചരിക്കുവാൻ പാടില്ല എന്ന് ആമേൻ കർത്താവിൻ്റെ സനലിൽ പറയുമ്പോൾ കർത്താവ് നമ്മുടെ ഓരോ വാക്യങ്ങളും ഓരോ സംസാരങ്ങളും ഒക്കെ അത് കേൾക്കണം. കർത്താവിനെ തന്നെ അയക്കുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളായിക്കോട്ടെ, നമ്മളിന്ന് സാക്ഷ്യങ്ങളായിരുന്നോട്ടെ, വാക്യങ്ങളായിക്കോട്ടെ, എന്തായിരുന്നാലും ശരി, അതെല്ലാം നമുക്കത് മാറ്റി പറയുവാനും കഴിയത്തില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും പറയുവാൻ കഴിയത്തില്ല. അത് അപ്രകാരം തന്നെ കർത്താവിൻ്റെ ഇതപ്രകാരം നമ്മളോട് പറയുമ്പോൾ നമുക്ക് ചിലതൊക്കെ കേൾക്കുവാണെങ്കിൽ പലപ്പോഴും താൽക്കാലികമായിട്ട് ദുഃഖമായിരിക്കാം, വേദന ആയിരിക്കും. പക്ഷേ എന്നാൽ തുടർന്ന് അങ്ങോട്ട് നമ്മളെ എന്തിനു വേണ്ടിയാണ് നമ്മളെ പറയുവാനിടയാണ്. പരിശുദ്ധാത്മ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെയൊക്കെ നന്മയ്ക്കായി തന്നെ അത് കൂടി വ്യാപരിക്കുവാൻ ഹൃദയത്തിലും നമുക്ക് ദോഷമായി ഒന്നും വരാതെ നമുക്കൊക്കെ അത് നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കുവാനിടയായി തീരുവാനിടയാകട്ടെ. കർത്താവ് പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കും ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുവാനിടയാകാതെ കർത്താവിന് പ്രസാദമുള്ളതുപോലെ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഒക്കെ ജീവിപ്പാൻ ദൈവം സ്വർഗം തീരുവാനിടയാകട്ടെ. നമുക്ക് അതിനുവേണ്ടിയെല്ലാം ദൈവം കൃപ നമ്മളെ നൽകുവാനുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിലേക്ക് അത് ദർശനമായി വെളിപ്പാടായി തമ്മ നൽകുവാൻ ഇടയായി തീരട്ടെ. കർത്താവ് വ്യക്തമായി നമ്മോട് സംസാരിപ്പാൻ ഇടയാകട്ടെ. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മ ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊണ്ട് അതേ ആത്മാവിൽ അത് പരിശുദ്ധാത്മാവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇവിടെയാക്കി തീരട്ടെ. അതിൻ്റെതായ കർത്താവിൻ്റെ ദാസ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാം, അവനെ കുറിച്ച് വളരെ ശക്തമായി പറയുവാനിടയായി തീർന്നു. കർത്താവ് നാവുകൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യാം, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുകയും ചെയ്യാം. ഇതെല്ലാം നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുവാൻ കഴിയും. എങ്ങനെ ആയിത്തണം ഒരു ഭക്തനായിരിക്കുമ്പോൾ, ഒരു മകനായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ മക്കളായിരിക്കുമ്പോൾ നമ്മളെങ്ങനെ ആയിത്തീരണമെന്നും എങ്ങനെ ആകരുത് എന്നുമാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ പറയുവാനായിട്ട് എത്തുന്നത്. ഈ ദിവസങ്ങളിൽ പലപ്പോഴും കർത്താവ് ആത്മീയ മേഖലകളിൽ പലപ്പോഴും തകർച്ചയുടെ ഓരോ സഭകളിലും ഓരോ കുടുംബങ്ങളുടെ തകർച്ചയുടെ പിന്നിൽ ഒരു നിസ്സാരമായ വാക്ക് മതി. ആ വാക്കിന് മുമ്പിൽ പലപ്പോഴും തകർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്.
എന്നാൽ കർത്താവിനെ ആശ്രയിച്ച് നമ്മുടെ നാവുകൾ, നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യുക, ഉപ്പിനാ രുചി വന്നതുപോലെ ദിവസങ്ങൾ ദൈവഹിതപ്രകാരം മുമ്പോട്ട് നീങ്ങുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം തമ്മിൽ പകരുവാനിടയാകണമേ. കർത്താവെ, എന്നെ വിളിച്ചപ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു, അതിലേക്ക് നിരുത്തുവാൻ ഒരു കൃപ തമ്മിൽ പകരുവാനിടയാകണമേ. അതിൻ്റെ ഒന്ന് വായിച്ച സങ്കീർത്തനം 39 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ കർത്താവേ, ഞാൻ ഇതിനായി കാത്തിരിക്കുന്നു, എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. ഇന്ന് വൈകാരം കേട്ടതുപോലെ നമ്മുടെ ആയുസ്, നമ്മുടെ ടൈം എത്രയുണ്ട്, ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ, ഷോർട്ടായിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആഗ്രഹം എന്ത് കർത്താവിൻ്റെ മാത്രം പ്രത്യാശിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് കർത്താവ്, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാത്തിലെയും ആശയം, ആഗ്രഹം എന്ത് ചെയ്യുക, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ വേണ്ട എന്ന് പറയേണ്ടതിന് വേണ്ട എന്ന് പറയുവാൻ കാര്യത്തിൽ, നോ എന്ന് പറയേണ്ടതിന് നോ എന്ന് പറയുവാൻ കാര്യത്തിൽ, എങ്ങനെയാണെങ്കിൽ മാത്രമാണ് കർത്താവിൽ പ്രത്യാശ വെക്കുവാനായത്. ദിവസങ്ങൾ കേട്ടതുപോലെ അവൻ എന്തെല്ലാം നേടിയാലും, എന്തെല്ലാം ഉണ്ടാക്കിയാലും, എന്തെല്ലാം അവൻ ഉന്നതനെന്ന് പറഞ്ഞാലും എല്ലാം ഒരു നിമിഷം പോലെ, പൂ പോലെ, വാടുന്ന പൂ പോലെ, നിഴല് പോലെ ആയിത്തീരുമെന്ന് ദൈവത്തിനോട് ഞാൻ പറയുമ്പോൾ, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ഇത് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. പലതും ഗ്രഹിക്കുവാൻ കഴിയും, പലതും ഓർമ്മയിൽ നിൽക്കും, പലതും മനസ്സിലാക്കുവാൻ കഴിയും, പലപ്പോഴും ഇത് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. എന്ത് ചെയ്യാം, ഇത് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. പലപ്പോഴും ചിന്തിക്കുന്നത് യുഗായുഗമായിട്ട് ഞാൻ ഇവിടെ നിൽക്കും, വസിക്കും, ഞാൻ ഈ ലോകത്തിൽ നിൽക്കുമെന്നുള്ള ചിന്തയാണ് പലപ്പോഴും പിശാച് കൊണ്ടുവരുന്ന വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ദൈവ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനിടയാകുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ദുഃഖം വരുവാനിടയാകുന്നത്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യണം, നിൽക്കണം, പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഭാരമായി, വേദനയായി ഒക്കെ നമുക്ക് തോന്നുന്നതിന് കാരണം എന്ത് ചെയ്യാനറിയാം, അത് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രാധാന്യം പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. നമ്മളോട് ദൈവദാസൻ എന്ന് പകർക്കാൻ പറഞ്ഞു, എന്ത് ചെയ്യാം, തക്ക സമയത്ത് വരണം. പലപ്പോഴും നമുക്കത് ഭാരം, ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കണം, വരണം, വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പലപ്പോഴും പല വിഷയങ്ങളിന്മേൽ നമ്മൾ പിറകോട്ട് നിൽക്കുന്ന അനുഭവമുണ്ടാകും. ചില മാനസികമായ ചില വിഷയങ്ങളായിരിക്കാം, പല കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അതൊന്നും കാണിക്കേണ്ട സ്ഥലമല്ല. എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിലല്ല അതൊന്നും കാണിക്കുവാൻ. കർത്താവിന് കൊടുക്കുന്ന മഹത്വം കൊടുക്കുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ നൽകി നിർത്തുന്നത് ദൈവമാകുമ്പോൾ ആ കർത്താവിനെ കൊടുക്കുന്നതായ മഹത്വം കൊടുക്കുവാൻ കിട്ടുന്ന അവസരം ഒരു നിമിഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസമായിരിക്കാം, ഒരു കൂട്ടായ്മ. നമ്മൾ ആഴ്ചയിൽ 2 കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ സൂമിലൂടെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. ബാക്കി 2 കൂട്ടായ്മയേ ഉള്ളൂ. ലഭിക്കുന്ന സമയം അത് ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക്, അത് ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവസ്ഥലേക്ക് നടത്തി വരുവാൻ ഒരു കൃപ തമ്മിൽ പകരുവാനാണ്. ആരോടെ മറുതലിച്ച് നിൽക്കുവാൻ, ആരോടെ മറുതലിച്ച് നിൽക്കുവാൻ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ഓടിയതും അധ്വാനിച്ചതും ഒന്നും കർത്താവിന് വരവെങ്കിൽ വൃഥാവായി പോകാനിടയാണ്. നമ്മളോടൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതേ ഉള്ളൂ. ഞാൻ എത്രത്തോളം നാളുകൾ നിന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സഭയിൽ കൂടി വന്നു. എന്നാൽ കർത്താവിന് വരവെങ്കിൽ ഞാൻ തള്ളപ്പെട്ടു പോയാൽ എന്തൊരവസ്ഥയായിരിക്കും. അതാ നമ്മൾ ചിന്തിക്കുവാനാണ്. എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തികൊണ്ടും എൻ്റെ ഇടപാടുകൊണ്ടും ഒക്കെ കർത്താവെ, അങ്ങയുടെ വരവെങ്കിൽ ഞാൻ തള്ളപ്പെട്ടുന്ന ഒരു നിമിഷം വന്നാൽ എൻ്റെ ലൈഫ് എങ്ങനെയായി തീരുമാനമായിരുന്നു. ദിവസങ്ങൾ കർത്താവെ, അത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഒരു വലിയൊരു മാറ്റം നമ്മൾ നൽകണം. എന്നെ വിളിച്ചപ്പോൾ പ്രത്യാശയോടെ നിൽക്കുവാൻ വേണ്ടി ദൈവം വിളിച്ചപ്പോൾ, ദൈവം ചിലതിന് വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. കർത്താവ് ചില പണികൾ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. കർത്താവ് ചിലത് താലന്തുകൾ തരുവാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. കർത്താവ് ചില പദ്ധതികൾക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. പക്ഷെ നമ്മൾ ഇന്നും കറങ്ങി നിൽക്കുക. എവിടെ നിൽക്കുക? ഈ ലോകത്തിൽ മാത്രമേ കറങ്ങി നിൽക്കുന്ന അനുഭവത്തിലേക്കാണ്. നമ്മുടെ ചിന്ത ഉയരത്തിലേക്ക് എത്തുന്നില്ല.
നമ്മുടെ ചിന്ത ഉയരത്തിലേക്ക് എത്തുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പ്ലാനിലേക്ക്, ആ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പലപ്പോഴും നമ്മുടെ ചിന്ത എത്തുവാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം ഒരു കൃപ തമ്പുരാൻ പകരുവാനാണ്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ പകരുവാനാണ്. പരിശുദ്ധാത്മാവെ വ്യക്തമായി സംസാരിക്കുവാനാണ്. അല്പസമയം കഥാവെ അവചനം സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ. യെശയ്യാവ് 60 അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങൾ. യെശയ്യാ chapter 60 verse 1 to 3. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും ഊരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവൻ ആദ്യ വാക്യം പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കും. അപ്പൊ ഇപ്പോൾ എഴുന്നേറ്റെങ്കിൽ മാത്രമേ അടുത്ത അവൻ പ്രോസസ്സിങ് നടക്കുവാനാകത്തുള്ളൂ. അവൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് എഴുന്നേൽക്കണം. തളർന്നിരിക്കുന്ന അനുഭവത്തിൽ അവൻ ഏലിയാവ് തളർന്നിരിക്കുക, ചുരച്ചെറിയ തളർന്നിരിക്കുമ്പോൾ ദൂതൻ വന്ന് തട്ടിയിട്ട് ഉണർത്തിട്ട് പറയാം, നീ നിനക്ക് ഓട്ടമുണ്ട്, നിനക്ക് യാത്രയുണ്ട് എന്ന് അവർ പറയുക. ശീരാസും ബാലൂസും കാരാഗ്രഹത്തെ നടുവിൽ നിൽക്കുമ്പോഴും അവർ കാരാഗ്രഹത്തിനകത്ത് വരുമ്പോഴും ദൂതൻ ഇറങ്ങി വന്നിട്ട് അവരെയോട് പറയുകയാണ്, ഇന്നത് എന്ന് പറഞ്ഞ് അവരെ എഴുന്നേൽപ്പിക്കുക. അവൻ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. എഴുന്നേറ്റെങ്കിൽ മാത്രമാണ് അടുത്ത പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ. കർത്താവിന്റെ പ്രവൃത്തി നടക്കണമോ, ദൈവത്തിന്റെ സാക്ഷ്യം ഇറങ്ങണമോ, ദൈവത്തിന്റെ തേജസ് ഇറങ്ങണമോ, ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങണമോ, ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുവാനിടയായിട്ടുണ്ട്. അതിനൊരു വാഞ്ച, ഒരാഗ്രഹമുണ്ട്. കർത്താവ് ദൈവത്തിന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ആ ദൈവ തേജസ് കർത്താവ് എന്നെ മേൽ ഇറങ്ങണം. പരിശുദ്ധമായ സാന്നിധ്യം ഇറങ്ങണം. കർത്താവ്, ഞാൻ ഒരുപാട് നാളായി ഞാൻ ഇങ്ങനെ ഇരിക്കുവാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി എഴുന്നേൽക്കണം. കർത്താവ് എനിക്ക് എഴുന്നേൽപ്പിക്കണം. ദൈവമേ, അങ്ങ് കൃപ നൽകണം. എഴുന്നേറ്റുകൾ എനിക്ക് യാത്ര ചെയ്യുവാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു സ്റ്റേജിലേക്ക്, കർത്താവിന്റെ പദ്ധതിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവൻ ഞാൻ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. ദിവസങ്ങൾ തിരിച്ചറിഞ്ഞ കർത്താവെ, ഞാൻ എഴുന്നേൽക്കുവാൻ കഴിയാതെ നിൽക്കുന്നതായ എന്റെ ജീവിതത്തിലെ പിടിച്ചു നിർത്തിയിരിക്കുന്നതായ സാഹചര്യങ്ങൾ എന്താണെന്ന് ദിവസങ്ങൾ തിരിച്ചറിയുവാൻ, സിറ്റുവേഷനുകൾ എന്നെ ബാധിച്ചു കൊണ്ടിരിക്കുന്നതായ സർക്കസ്റ്റൻസ് എന്താ, ആ പ്രോബ്ലംസ് എന്താണെന്ന് തിരിച്ചറിയുവാനാണ് ദിവസങ്ങൾ എന്താ എഴുന്നേൽക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ തടസ്സമായി, എഴുന്നേൽക്കുന്നതിന് തടസ്സമായി, കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രവർത്തിക്കുന്ന തടസ്സമായി നിൽക്കുന്നത് എന്താ? ഏത് ആകുല ചിന്തകളാണ് നമ്മൾ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. കർത്താവ് പറയാൻ, നീ എഴുന്നേൽക്കുവാൻ തയ്യാറാവും. ഇന്ന് പകൽക്കാലം ഒറ്റ ചിന്തകളിൽ നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. കർത്താവ് ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുവാൻ തയ്യാറാവുമോ? എഴുന്നേറ്റാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കർത്താവിന്റെ കരം ഇറങ്ങുവാനായിട്ട് വിഷയമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായാൽ ഭവനത്തിന് അന്തരങ്ങളിൽ ഇരിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് യേശുവിനെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകനായി മകളായി ദൈവം ഒരു ഭവനത്തിൽ ഒരു വ്യക്തിയായിരിക്കാൻ കണ്ടിരിക്കുന്ന, ഒരു ദാസയോ ഒരു പൈതലിനെ ആയിരിക്കാൻ കർത്താവ് കണ്ടിരിക്കുന്നത്. പക്ഷേ ആ കർത്താവിന്റെ പൈതൽ ഇന്ന് പകൽക്കാലം നീ ബന്ധനത്തിൽ അകപ്പെട്ട് നിന്ന് നിന്റെ കൈകൾ കുരുക്കിയിട്ട് നീ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് പിശാചിനെ അകറ്റപ്പെട്ടിരിക്കുമ്പോൾ എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, നീ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഈ അന്യായ ബന്ധനങ്ങളിൽ കെട്ടുകൾ അഴിയണമെന്ന് നിന്റെ ഭവനത്തിലെ അന്തരങ്ങളിൽ, നിന്റെ കുടുംബത്തിലെ അന്തരങ്ങളിൽ നിന്ന്, തലമുറകളുടെ അന്തരങ്ങളിൽ നിന്ന് ദേശത്തു നിന്ന് അടിഞ്ഞു മാറണമെങ്കിൽ ഇന്നും മടിപിടിച്ചിരിക്കുന്ന അനുഭവങ്ങൾ മാറിയിട്ട് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് എഴുന്നേൽക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എഴുന്നേറ്റ് വരുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ, അതിന് വില കൊടുക്കുവാൻ തയ്യാറായാൽ കർത്താവ് പറയുക, തേജസ് എന്നിന്മേലും ഇറങ്ങുവാൻ കാഴ്ചയില്ല. ഈ ലോകം തരുന്ന തേജസ്സല്ല, ഈ ലോകം തരുന്ന ശക്തിയല്ല. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുപാടായിട്ട് അവിടെ ഇരുട്ടിന് ഒരു അവകാശവുമില്ല. ഇരുട്ടിന് ഒരു അവകാശവുമില്ല.
ഇതിനകത്ത് കാര്യം കേട്ടതുപോലെ കഥാവ് വചനമേ ഒരുപാട് അമ്മ എഴുതിയിട്ടുണ്ട്. അമ്മ കഥാവെ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന ദൈവത്തിന് വചനം പറയുമ്പോൾ അമ്മ കഥാവ് ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇറങ്ങും അറിയാമ്പോൾ അമ്മ ആ വെളിച്ചം അമ്മ ഇന്നും ജീവനായിട്ട് ആരിലിറങ്ങുന്നു. അമ്മ ദൈവത്തിന്റെ മക്കളിൽ മേൽ ഇറങ്ങുകയാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ജീവനായി വെളിച്ചമായി ആരിലേക്ക് ഇറങ്ങിയ നമ്മൾ മേൽ ഇറങ്ങി. കർത്താവിന്റെ മക്കളായി നിൽക്കുമ്പോൾ എന്നിമേൽ ഇരുട്ട് ഒരിക്കലും വാഴുവാൻ ഇടയാകത്തില്ല. ആരിൽ വാഴുവാനിടയും ക്രിസ്തു വാഴുവാൻ ഇടയാകത്തില്ല. ദൈവത്തിന് ആത്മാവ് വാഴുവാൻ ഇടയാകത്തില്ല. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുക, അതിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. അവൻ നമ്മൾമേൽ ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷമാകും. അത് ഉദിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടോ ദിവസങ്ങളിൽ എഴുന്നേൽക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് നാം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായിത്തീരും. അടുത്ത നമുക്ക് വായിക്കാം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ വേഗത്തിൽ വായിക്കും. ജോൺ ചാപ്റ്റർ 1 verse 1 to 5. ജോൺ ചാപ്റ്റർ 1 to 5. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദ്യം ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുന്നില്ല. അപ്പൊ ഉളവായതൊന്നും അവൻ കൂടാതെ അല്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു, പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. ദൈവം അപ്പം അവൻ ഇരുളിനിരിക്കുന്ന ഇരുട്ടിന്റെ പ്രവർത്തികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിടിച്ചടക്കുവാൻ കഴിയത്തില്ല. ഒരിക്കലും ഇരുട്ടിന്റെ പ്രവർത്തികൾ നിൽക്കുവാൻ കഴിയത്തില്ല. അപ്പൊ കർത്താവിനെ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കേണ്ട ദൈവത്തിന്റെ മക്കളായി നമ്മളെ തീർത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താ? അപ്പൊ നമ്മൾ അനേകർക്കൊരു പ്രകാശമായി തീരുമാനമാണ്. അപ്പൊ നമ്മളുമേൽ ഇരുട്ട് വ്യാപരിക്കുവാനല്ല, നമ്മൾ അനേകർക്ക് പ്രകാശമായി തീരണം. അനേകർക്ക് ഒരു വിടുതലായി ആശ്വാസമായി തീരുന്നതിലേക്ക് അവൻ ഇറങ്ങുന്നതാണ്. നമ്മൾമേൽ കർത്താവിന്റെ തേജസ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവ് എന്തെന്ന് തിരിച്ചറിയല്ല. നമ്മൾ പകർന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ അളവ് എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? അവൻ ഒരു റൂമിൽ അകത്തിരിക്കുവാനല്ല, അവൻ ഒതുങ്ങിയിരിക്കുവാനല്ല, ഇരുട്ടിനെ ഇരുട്ടുകൾ കടന്നു വരുവാണ്ടാകുമ്പോൾ ഇരുട്ടിനെ നോക്കി ഭയപ്പെട്ട് നിൽക്കുവാനല്ല. എന്ന് പോയക്കാലം നമ്മൾമേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വിളിച്ച് പറയുവാണ്ടായിട്ട് ഇരുട്ടിനെ അന്ധകാരത്തിന്റെ പോരാടി ജയിപ്പാൻ ഒരു കൃപയും അഭിഷേകമാ തമ്പുരാൻ നൽകിയിരിക്കുന്നത്. അത് വീട് പോകാതിരിക്കുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിയുവാനായിട്ടാണ് ആ കർത്താവ് സകലത്തിനും ജയിച്ച സകലത്തിനും ഉടയവനായ ആ കർത്താവ് നമ്മോട് കൂടെ ഉള്ളത്. ദൈവം നമ്മളെ വിളിച്ചത് വെറുതെ ഒരു പദ്ധതികൾക്ക് വേണ്ടിയല്ല. അവൻ വിളിച്ച് വേർതിരിച്ചത് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ നമ്മളെ വിളിച്ച് വേർതിരിച്ച് ആ ജീവനായി ആ ശക്തിയായി നമ്മളിൽ ഇറങ്ങി വന്നിരിക്കുമ്പോൾ അവൻ യേശു ക്രിസ്തുവിനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് അതേ പുനരുദ്ധാനത്തിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അവൻ നമ്മളിൽ തമ്മിൽ പകർന്നിരിക്കുന്നത്. ആ ശക്തി നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യേണ്ടതുപോലെ ക്രിയ ചെയ്താൽ അവൻ അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. അത്ഭുതകരമായ ദൈവത്തിന്റെ സാന്നിധ്യം നിറകുമുണ്ട്. പലപ്പോഴും അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പലപ്പോഴും അത് കുരുടായി നിൽക്കുന്ന അനുഭവമാണ് പലപ്പോഴും നിൽക്കുന്നത്. പിശാച് വളരെ തന്ത്രപരമായിട്ട് നമ്മളെല്ലാം ഒതുക്കിക്കളയും. ആമേ വളരെ തന്ത്രമായി ഒതുക്കിക്കളയും. ആത്മീയത്തിൽ ഉണർന്നു വരുന്നവനെ ആമേ കഥ പലപ്പോഴും അവനെ പലതിനും ആമേ ഒതുക്കിക്കളയുന്ന അനുഭവമുണ്ട്. ദൈവസഭകളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല മേഖലകളുമുണ്ട്. ആമേ ആത്മീയത്തിൽ ഉണർവിന് തടസ്സമായി നിൽക്കുന്ന പല മേഖലകളുണ്ട്. അല്പമെങ്കിലും പ്രാർത്ഥിക്കുന്നവനെ അവന് ഉള്ളിൽ ഒരു പ്രശംസ കൊണ്ടുവന്നിട്ട് ആത്മപ്രശംസ കൊണ്ടുപോയിട്ട് അവനെ തകർക്കുന്ന മണ്ഡലമുണ്ട്. ഉപസിക്കുന്നവന്റെ മേലിൽ കഥാവിന്റെ അവിടെ ഉള്ളിൽ ഞാൻ ഉപസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞ് പിശാച് കൊണ്ടുവരുമ്പോൾ നാം അതിലെ സന്തോഷം കണ്ടെത്തിയ അവിടെ കൊണ്ട് തീർന്നു പോയി. അടുത്തൊരു നിമിഷം നിന്റേതായ ആരാധനകളുടെ പ്രാർത്ഥനകളുടെ ആ ശൈലി ഉണ്ടല്ലോ, അത് പുറകോട്ട് പോയി ഞാനും നിങ്ങളും അറിയാതെ കർത്താവിന്റെ കൃപയിൽ നിന്ന് അകന്ന് പോകാനിടയാറ്റി. പിന്മാറ്റം ഈ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. പിന്മാറ്റം
പെട്ടെന്ന് സംഭവിക്കുന്നില്ല, അത് സ്ലോയിലാണ് സംഭവിക്കുന്നത്. അത് പലപ്പോഴും എന്ത് ചെയ്യുക, തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ ഗ്രേഡ് എന്ത് ചെയ്യുക, പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്രിസ്തുവിലാണെന്ന് വിചാരിക്കും, നാം ദൈവത്തിലാണ് വസിക്കുമെന്ന് വിചാരിക്കും. പലപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ആ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് വിചാരിക്കും, ദൈവത്തിലാണ് നിൽക്കുന്നത് വിചാരിക്കും. ക്രിസ്തുവിലാകുന്നവനെ കുറിച്ച് ദൈവത്തിൻ്റെ ആലോചന എന്താ? നമ്മൾ വെളിച്ചത്തിൽ വന്നു, കർത്താവിൽ വന്നു, ദൈവത്തിൽ നിൽക്കുന്നു എന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താ നോക്കിയാൽ നമുക്ക് കൊലോസ്യർ 2-ാം അധ്യായത്തിന് 6-7 വാക്യം വായിക്കും. കൊലോസ്യർ 2-ാം അധ്യായത്തിന് 6-7. കൊലോസ്യർ chapter 2 verse 6 and 7. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. കർത്താവിന്റെ ആഗ്രഹം നമ്മളെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ കൂട്ടായ്മയിൽ നടപ്പില്ലെന്നാണ് ദൈവത്തിന്റെ ആലോചന. ചിലപ്പോൾ നമുക്ക് കൂട്ടായ്മയിൽ നടക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ അവിടെ അവൻ പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ വില കൊടുത്തു ദൈവസ്ഥലിലേക്ക് വരുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ സ്ഥലിലേക്ക് വരുവാനിടയാകണം. എന്തിനു വേണ്ടിയാ? നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, നിത്യ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, നിത്യനാശത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അമ്മ ദൈവസ്ഥലിൽ എന്ത് ചെയ്യുക? കൂട്ടായ്മയിൽ കടന്നു വന്ന് ദൈവസ്ഥലിന് മുട്ടുമടക്കണം. വെറുതെ ഒരു ചടങ്ങനായിട്ട് അമ്മയ്ക്ക് ഒരു പ്രസൻസിനായിട്ട് അമ്മ ഒരു അറ്റൻഡൻസിന് വേണ്ടി അമ്മ കടന്നു വരുന്ന കാര്യമല്ല പറയുന്നത്. അമ്മ ആരെങ്കിലും കടന്നു വന്നു, ആരെങ്കിലും കാണിക്കുവാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരുടെ ഒരു അമ്മയ്ക്കഥ സന്തോഷത്തിന് വേണ്ടി കടന്നു വന്നിട്ട് ഇവിടെ പോയത് ഒരു കാര്യമില്ല. അമ്മയെ പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം, എൻ്റെ ദൈവത്തിന് കൊടുക്കണം, മഹത്വം കൊടുക്കണം. അവ എന്നെ വിടുവിച്ച് എൻ്റെ പാപത്തിനെ മണ്ഡലത്തിൽ വിടുവിച്ച് പാപത്തിൽ നിന്ന് രക്ഷിച്ച് മടക്കിക്കൊണ്ടുവന്ന കർത്താവിനെ എനിക്ക് ആരാധിക്കണം. ആ സമയം ഞാൻ വേർതിരിക്കുമെന്ന് വിചാരിച്ച ദൈവസ്ഥലേക്ക് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് അവ ദൈവത്തിന്റെ സ്ഥലത്തേക്ക് അടുത്തു വന്ന് ആ കൂട്ടായ്മയിൽ അവയെ നടക്കുവാൻ ഒരു കൃപ, ഒരു അഭിഷേകം അവസരം നമ്മൾ മനസ്സിലാക്കണം. പിന്മാറ്റത്തിലേക്ക് പോകുവാൻ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നതാണ്. ഉപേക്ഷയായി വിചാരിക്കുന്നത് ഒരിക്കലും. ഒറ്റ യോഗങ്ങളെ പോലും പലപ്പോഴും പല സാഹചര്യം കൊണ്ടും പലപ്പോഴും പലപ്പോൾ നമുക്ക് വരാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ മനഃപൂർവമായിട്ട് ഒറ്റ യോഗങ്ങളെയും പോലും ഉപേക്ഷയായി വിചാരിക്കുവാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ മുമ്പോട്ടുള്ളതായ ആത്മീയ ഉണർവിന് വേണ്ടിയാണ്, നമ്മുടെ മുമ്പോട്ടുള്ളതായ യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നമ്മുടെ മുമ്പോട്ടുള്ളതായ കഥ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാര് ഇവിടെയുള്ള ദൈവം നയിക്കുന്ന ദൈവദാസൻ 1 രൂപ പോലും എൻ്റെ അറിവിൽ ഇവിടെ നിരത്തുന്നു പോകുന്നില്ല. 1 റിയാല് പോലും അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ സ്പെൻഡ് എടുക്കുന്നില്ല. അവരുടെ ഉള്ളത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഇവിടെ നിന്ന് അത് മനസ്സിലാക്കുന്നത് വളരെ ഏറ്റവും കർത്താവ് മാതൃകാപരമായിട്ട് ഈ സൗദി അറേബ്യയിലുള്ള പല സഭകളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുള്ളതായ സമ്പത്ത്, അവർക്ക് കിട്ടുന്ന നന്മകളും ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുക. അപ്പൊ അവർക്ക് ഇവിടെ വേറെ ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് ദശാംശം കൊടുത്തുണ്ട് അതുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യങ്ങളൊന്നും അവർക്കില്ല. അപ്പൊ മനസ്സിലാക്കണം, അവർക്ക് ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യവുമില്ല. കർത്താവ് പറയുന്നത് അതുപോലെ പറയുക, ദൈവം പറയുന്നത് പോലെ പറയുക. എന്തിനു വേണ്ടിയാ? എനിക്ക് ദുഃഖമായിരിക്കാം, പലപ്പോഴും വേദന ഉണ്ടാക്കുന്നതായിരിക്കാം, അവർക്ക് പറയുന്ന ആ വാക്കുകൾ പലപ്പോഴും എന്നെ കീറി മുറിക്കുന്നതായിരിക്കാം. അത് ആക്ചര്യമുള്ള വചനമാണ്. ആ വചനം കൂടെ ചെല്ലുവാനിടയാകുമ്പോൾ പലപ്പോഴും എനിക്ക് കീറലും വേദനയും ഭാരവും ഒക്കെ ഉണ്ടാകും. കർത്താവ് എന്തുകൊണ്ടാണ്? കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം സ്നേഹിക്കുന്നതിനെ എന്ത് ചെയ്യുന്നു? അവൻ ശിക്ഷിക്കും. അവൻ മടങ്ങി വരുത്തുവാൻ വേണ്ടി ഏറെ അടിക്കുവാൻ കാര്യത്തിലും ദൈവം നമ്മളോട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നമ്മളോട് കരുതുന്നത് കൊണ്ടാണ് ദൈവദാസന്മാരോട് ശക്തമായി നമ്മളെ കീറി മുറിക്കുന്നതായ വചനം നമ്മളോട് സംസാരിക്കുന്നു. എന്തിനു വേണ്ടിയാ?
അവൻ മാനസാന്തരപ്പെടുവാനുള്ളത് മാനസാന്തരപ്പെടുവാനായിട്ടാണ്. അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനുള്ളത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ടാണ്. നീ ഇനിയും ഗുണപ്പെട്ടിട്ടില്ലെങ്കിൽ, ഞാനും നിങ്ങൾ ഗുണപ്പെട്ടില്ലെങ്കിൽ, ഇതാ ആമേ ഈ നിമിഷം കർത്താവ് അവര് മടങ്ങവരവ് തമ്പുരാൻ ആമേൻ ആഗ്രഹിക്കുക. അപ്പൊ ഇതുവരെ ദൈവത്തിന്റെ വചനം കേട്ട് ആമേൻ ഞാൻ ഉറപ്പ് പറയാം, അപ്പൊ ഇതുപോലുള്ള ദൈവത്തിന്റെ വചനങ്ങൾ അവ ദേശങ്ങളുടെ നടുവിലെ പല ഇടങ്ങളിൽ പോയാൽ കേൾക്കുവാൻ കഴിയത്തില്ല. അവൻ കഥ പലപ്പോഴും മുഖം നോക്കിയിട്ട് അപ്പൊ എന്റെ നിങ്ങളുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട് വചനം സംസാരിക്കുന്നത് പല ഇടങ്ങളിൽ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ കേൾക്കുന്ന വചനത്തിന് അവ രൂപാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ അവ വേറെ എവിടെ പോയാലും രൂപാന്തരപ്പെടാൻ സാധ്യത കുറവാണ്. ഇവിടെ കേട്ട ദൈവവചനത്തിന് മാനസാന്തരപ്പെടുവാൻ അവൻ ശുദ്ധീകരണപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ വേറെ ഇടങ്ങളിൽ പോകുവാൻ ഇതിന്റെ 100ൽ 1 അംശം പോലും പലപ്പോഴും കേൾക്കുവാൻ കഴിയത്തില്ല. അതിന് അവൻ പ്രാധാന്യം മനസ്സിലാക്കുവാൻ അയച്ചതാണ്. ദിവസങ്ങളിൽ ഇവിടെ പണം നിൽക്കുന്നത് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവൻ തമ്മിൽ പണം നിൽക്കുന്നത്. അവൻ നമ്മൾ പുറത്ത് പോകുമ്പോൾ, അവൻ ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ, പല ഇടങ്ങളിൽ പോകുമ്പോൾ, ജോൺസൺ പോകാൻ പോവുക, ദേശങ്ങളിലേക്ക് പോകാൻ വരിക, എന്തിന് ഇവിടെ കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഉള്ളിൽ വ്യാപരിച്ചെടുക്കുന്ന അവൻ താൻ പോകുന്ന ഇടത്ത് അവൻ കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി അവൻ കർത്താവിന്റെ പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുവാൻ വേണ്ടി അവൻ കർത്താവ് കരങ്ങൾ എടുത്ത് ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം ഇവിടെ പണിതെടുത്തുകൊണ്ടിരിക്കുക. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെ അവൻ കർത്താവ് പഠിച്ചെടുക്കുന്നത് പോലെ അവർ ഈ ദൈവസഭയിലെ ഓരോ വ്യക്തികളെ കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ദൈവവചനങ്ങൾ നന്നായി പഠിച്ചെടുത്ത് അവൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ വീണ്ടും അയക്കുന്ന ഇടത്ത് അവൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു വേറിട്ട വ്യക്തിയായിട്ട് ഒരു വേറിട്ട ജനമായിട്ട് നിങ്ങളെ കാണിക്കുവാനായിട്ട് നിങ്ങളെ ക്രിസ്തുവിനെ മാതൃകയായി നിങ്ങൾ പോകുന്ന ഇടത്ത് അവൻ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ആ ഒരു പ്രകാശം അവൻ നമ്മളിൽ നിന്ന് പോകാതെ പുറത്തു വരുവാനായിട്ടുണ്ടാവും. ദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവൻ ആ കൂട്ടായ്മ അങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ അവരുടെ ഉണ്ടായിരിക്കുന്ന ഇരുട്ട് നമ്മളെ മൂടുവാനല്ല, അവൻ നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ പ്രകാശമുണ്ടല്ലോ അവരിലേക്ക് പകരുവാനായിട്ടുണ്ടാവും. ഇന്ന് ഇവിടെ ഈ റൂമിനകത്ത് ഒരു ലൈറ്റ് ഇട്ടൊരു പ്രകാശം വന്നതുപോലെ അവൻ നാം ഓരോരുത്തരും നമ്മുടെ ഇടത്ത് അവൻ ഇരുട്ട് വ്യാപരിച്ച് ഇരിക്കുന്ന ഇടത്തിലേക്ക് ചെല്ലുവാനാകുമ്പോൾ അവൻ ഒരു റൂമിനകത്ത് എങ്ങനെ വെളിച്ചം വന്നതുപോലെ അവൻ നാം ഓരോരുത്തരും ചെല്ലുവാനായിട്ടുമ്പോൾ അവന് ഇരുട്ട് മാറുവാനായിട്ട് അവൻ നാം പ്രകാശമായി കടന്നു ചെല്ലുമ്പോൾ അവൻ അവിടെ ഇരിക്കുന്ന ഇരുട്ട് നമ്മളെ മൂടുവാനല്ല, അവൻ വിളക്ക് അവൻ എടുത്തത് പോലെ അവൻ മൂടിക്കൊണ്ടുവന്ന് ഇരുട്ട് കൊണ്ട് മൂടുന്നത് പോലെ അല്ല. നമ്മളുള്ള പ്രകാശം ജനിപ്പിച്ചത് അവിടെ ഇരിക്കുന്ന ഇരട്ടണം അന്ധകാരമുള്ള ശരീരം അത് തകർന്നുമാണ് ഏറ്റണം. വിശ്വസിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടില്ല. കർത്താവ് ആഗ്രഹിക്കാൻ നമ്മൾ പകരുന്ന ആ പകർച്ച, അവൻ നമ്മൾ പകരുന്ന ആ പ്രകാശം, അവൻ നമ്മളിൽ ഉദിച്ചിരിക്കുന്ന ആ പ്രകാശത്തിന്റെ ശക്തി അത് വെളിപ്പെട്ട് വരുന്നത് എന്തിനു വേണ്ടിയാ? അവൻ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാ, അവൻ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടിയാ. പ്രത്യേക കൃപാവരങ്ങളെ വാഞ്ചിപ്പീൻ എന്ന ദൈവത്തിന് വചനം പറയുന്നത്. ആത്മീയ കൃപാവരങ്ങളെ വാഞ്ചിക്കണം, പ്രവചനപരം വാഞ്ചിക്കണം, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കണം, രോഗശാന്തി ശുശ്രൂഷകൾ ആഗ്രഹിക്കണം. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കണം എന്ന് കർത്താവിന്റെ വചനം പറയുക. എന്തിന്? ദൈവത്തിന്റെ ആഗ്രഹമോ ദൈവസഭയിൽ അങ്ങനെയുള്ളവർ എഴുന്നേൽക്കണമെന്ന് ആരുടെ ആഗ്രഹമാണ്? തമ്പുരാന്റെ ആഗ്രഹമാണ്. പിശാചിന്റെ ആഗ്രഹമോ? നിങ്ങളിതൊന്നും ചെയ്യണം, നിങ്ങളെന്നും ആഗ്രഹിക്കണം. നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരെ മാത്രം ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ചിന്തിച്ച നിങ്ങളിങ്ങനെ പോയി യാത്ര ചെയ്യുമെന്നാണ് പിശാചിന്റെ ആഗ്രഹം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ യാത്ര ചെയ്യുമോ? ഒരു കുഴപ്പമില്ല, എങ്ങനെ നടന്നോളാനാണ് പിശാചിന്റെ ആഗ്രഹം. കർത്താവിന്റെ ആഗ്രഹം അതല്ല. കർത്താവിന്റെ ആഗ്രഹം വേറെയാ. ഇന്ന് ദൈവസഭകൾ ഞാൻ വളരെ വ്യക്തമായി പറയാം. പൗലോസിനെതിരെ അവരുടെ കർത്താവ് റൂമാന് വീണപ്പോൾ തന്നെ അവർ രോഗികൾ സൗഖ്യമായി എഴുന്നേൽക്കുവാൻ കണ്ടയായിട്ടുണ്ട്. അത്ഭുതങ്ങളും മഠയാതകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിപ്പാനായിട്ടുണ്ട്. എന്താ ഇന്നും സംഭവിക്കാത്തതിന്റെ കാരണമെന്നറിയാമോ? പലപ്പോഴും ഒരു വിധത്തിലെങ്കിലും നമ്മളിലൂടെ നടന്ന അവൻ അടുത്ത സെക്കൻഡിൽ നമ്മളെ ഉയർത്തുവാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ പേർ വലുതാക്കി കാണിക്കുവാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് കണ്ണുനീർ ഒഴുക്കി പ്രാപിച്ച ആ കൃപയിൽ നിന്ന് വീഴ്ത്തുവാൻ
ഒരുപാട് മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അറിയാതെയെങ്കിലും അതിനോടൊന്ന് ചേർന്ന് നിന്നാൽ അവിടെ കൊണ്ടത് അവസാനിക്കുക. പിന്നെ അവന് വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല. പിന്നെ വീണ്ടും അത്ഭുതങ്ങളോ അടയാളങ്ങളൊക്കെ സംഭവിക്കുമായിരിക്കാം. പക്ഷെ അതിനുള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ്. ശൗലിന്മേൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പോയപ്പോൾ ആ സെക്കൻഡിൽ കടന്നു വന്നത് ദുരാത്മാവ് ഇവിടെ കയറി വരുവാൻ്റെ ഏറ്റവും മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. മഹത്വം ആർക്ക് കൊടുക്കണം? തമ്പുരാന് കൊടുക്കണം. അവൻ ഫ്ലെക്സ് അടിച്ച് അവൻ കഥാവെ നിന്ന് ഫോട്ടോ ഫ്രെയിം കൊടുത്തു. ഇന്ന ദൈവദാസം വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ കർത്താവിന് സ്ഥാനമില്ല, ദൈവത്തിനോട് സ്ഥാനമില്ല, ദൈവത്തിന് മഹത്വമില്ല. അവിടെ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ 11 മുതൽ 12 വരെ വാക്യങ്ങളായിട്ട്. അപ്പോസ്തല പ്രവൃത്തി ആക്ട് ചാപ്റ്റർ 9 വേഴ്സ് 11 to 12. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവ്വീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 11 to 12. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യുകയാൽ അവന്റെ മേന്മേൽ നിന്ന് റുമാലും ഉത്തരിയോ രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ദൈവം അപ്പോസ്തല പൗലോസ് മൂലം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ അവൻ മേന്മേൽ നിന്ന് റുമാലും ഉത്തരിയും രോഗികളുടെ മേൽ കൊണ്ടിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അങ്ങനെ സംഭവിക്കുവാനിടയിൽ തിരിയും. അടുത്ത വാക്യം പറഞ്ഞത്, എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്നതാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കോവ എന്ന യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവ് ഉള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും നടന്നു. അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. അവിടെ 2 കാര്യങ്ങൾ അവിടെ ചിന്തിക്കുവാനുണ്ട്. എന്ന് പറയുന്നത് അവിടെ ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന് ആത്മാവ് ഉള്ളിൽ വസിക്കുന്ന അവൻ ഒരു വ്യക്തിയെ ആർക്കറിയാൻ പറ്റും? ദുരാത്മാവിനും അറിയാൻ പറ്റും. ദുരാത്മാവ് മനസ്സിലാക്കുവാനിടയായിരുന്നു. അവൻ അതാ പറഞ്ഞ് കർത്താവിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിന്നാൽ പിശാചിനെ വിട്ടോടി പോകാനിടയായിരുന്നു. ദൈവത്തിന് ആഗ്രഹമെന്ത്? നമ്മളിതുപോലെ ശക്തി പ്രാപിച്ചിട്ട് നിൽക്കുവാനിടയായിത്തണം. ആത്മശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് നിൽക്കുവാനിടയായിത്തണം. അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് വിട്ടുകൂടി പോകുന്ന അനുഭവത്തിലേക്ക് എത്തുവാനിടയായിത്തണം. നമ്മൾ ദൈവത്തിന് ശക്തി പ്രാപിച്ചിട്ട് ഒരു ദേശത്തിന് മേൽ ഒരു ഭവനത്തിന് മേൽ കാലി വെക്കുവാനിടയായിത്തീരുമ്പോൾ അവിടെയുള്ള ദുരാത്മാക്കൾ അറിയണം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്നവനും അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല, എനിക്ക് വിട്ടുപോയേ പറ്റത്തുള്ളൂ എന്ന് ആർക്കറിയുവാൻ കഴിയണം? ദുരാത്മാ അവിടെ അറിയുവാൻ കഴിയണം. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരും വിളിച്ചു വേർതിരിക്കുന്നത്. കർത്താവ് ദുരാത്മാവ് കാണുമ്പോൾ ഭയപ്പെട്ട വേർപെടുന്ന മാറി നിൽക്കുന്ന അനുഭവത്തിലല്ല. കർത്താവിന്റെ നാമം ഉയരണം. നമ്മളുടെ കർത്താവിന്റെ നാമം ഉയർന്നു വരുവാനിടയായിത്തീരണം. എങ്ങനെ പിശാചിന്റെ സകല തന്ത്രങ്ങളെ അടിക്കുന്നവരായി തീരണം. പിശാചിന്റെ സകല പദ്ധതികളെ തകർക്കുന്നവരായി തീരുവാനിടയാണ്. ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളുടെ ആത്മ ശക്തി ദിവസങ്ങൾ പകരുവാനിടയായിത്തീരണം. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുവാനിടയായിത്തീരണം. അവർ വിട്ടുപോകാതെയാകുമ്പോൾ അവിടെ ദൈവത്തിന് നാമം മഹത്വപ്പെടുവാനായിരുന്നു. അത്രയും അത്ഭുതം ചെയ്ത
അത്രയും വീര്യപ്രവൃത്തി ചെയ്ത പൗലോസിന്റെ നാമം അവിടെ ഉയർന്നെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവനാമം ആമേ ഉയരുവാണ്ടേത്തുണ്ട്. അതിൻ്റെ അടുത്ത തുറന്ന വാക്യം വായിക്കുക. 18 വരെ വായിക്കും. 17 മുതൽ 20 വരെയുള്ള. ഇത് എഫെസോസിൽ പാർക്കുന്ന സ്ഥല യഹൂദന്മാരും യമനന്മാരുമായിരുന്നു. അവർക്കൊക്കെയും ഭയം കാട്ടി കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്നു തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നു എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. കർത്താവിൻ്റെ വചനം ശക്തിയോടെ അവൻ ബലപ്പെടുവാൻ തക്കണം, പരന്ന് ബലപ്പെടുവാൻ തീർന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവനാമത്തിൽ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ഒക്കെ അവിടെ സംഭവിപ്പാതെയായിരുന്നു. അമ്മ നമ്മൾ ആദിമസഭയെക്കുറിച്ച് നോക്കുമ്പോൾ അമ്മ കർത്താവ് ആദിമസഭയിൽ എന്നിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമായിരുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ദൈവസഭ വളരെ ശക്തമായിട്ട് ദേശങ്ങളിലെല്ലാം വ്യാപരിക്കുവാനിടയായതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുണ്ട്. ശുശ്രൂഷകൾ നടക്കുവാനിടയാകുമ്പോൾ ഭൂതങ്ങൾ വിട്ടോടുവാനായി, രോഗികൾ സൗഖ്യമായിത്തരും, പാപബോധം വരുവാണ്ടായിത്തരും, അവർ ദിവസത്തിലേക്ക് കടന്നു വരുവാണ്ടായിത്തരും, അവർക്ക് അമ്മ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സകലത്തിനെ വിട്ടുമാറുവാണ്ടായിത്തരും, അവിടെ അമ്മ ആചരിച്ചു കൊണ്ടിരുന്ന അമ്മ പുസ്തകങ്ങളായിരുന്ന അമ്മ മന്ത്രവാദം ചെയ്യുന്ന അമ്മ പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന വ്യക്തികൾ പോലും എന്ത് ചെയ്യുക, അവരെല്ലാം പുസ്തകങ്ങളെ കൊണ്ടുവന്ന് അമ്മ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഈ കത്തിച്ച് കളയുന്ന അനുഭവത്തിലേക്ക് വരിക. എന്താ ഇതിന് പിമ്പിൽ? ഇന്ന് പലപ്പോഴും എന്ത് ചെയ്യുക, പലപ്പോഴും പലതിനെ കണ്ട് പേടിക്കുന്ന അനുഭവമാണ്. ഒരു റൂൾസ് ഉണ്ടായാൽ, ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സുവിശേഷം പ്രസംഗിക്കുവാൻ പറ്റത്തില്ലെന്നൊരു ഒരു റൂൾസ് വന്നാൽ ഉടനെ എന്ത് ചെയ്യുക, ഭയത്തിന്റെ അനുഭവത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന് ആത്മാവുണ്ടെന്ന് പലപ്പോഴും